രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന മജിസ്ട്രേറ്റ് തന്നെ, അതായത് ഒരു വിക്ടിമിൻ്റെ രഹസ്യമൊഴി, അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന മജിസ്ട്രേറ്റ് തന്നെ അതിലെ പ്രതിയുടെ ജാമ്യം തീരുമാനിക്കുമ്പോൾ വളരെ വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ അത് അൺഫെയറാണ്. യഥാർത്ഥത്തിൽ ഫെയർ ആയിട്ടുള്ളൊരു കാര്യമല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മനസ്സ്, അതായത് ഈ രഹസ്യമൊഴി കേൾക്കുമ്പോൾ ഈ മനസ്സ്, ഒരു മനുഷ്യനാണല്ലോ ഇത് രേഖപ്പെടുത്തുന്നത്, ഈ മനസ്സ് എങ്ങനെയായാലും സ്വാധീനിക്കപ്പെടും. കാരണം ഈ വിക്ടിം പറയുന്ന അതിലെ ആ മൊഴി ഇങ്ങനെയൊക്കെ എന്നെ പറഞ്ഞു, ഇന്നത് ഇങ്ങനെയാണ്, ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ആ മനസ്സ് ഒരുപാട് സ്വാധീനിക്കപ്പെടും ആ കാര്യത്തിലേക്ക്. കാരണം ആ വിക്ടിം പറഞ്ഞത് ശരിയാണ് എന്നുള്ള രീതിയിലാണ് ആ മൊഴി രേഖപ്പെടുത്തുന്നത്. അപ്പോൾ 164 നമ്മുടെ പഴയത്, അപ്പോൾ ആ മൊഴി രേഖപ്പെടുത്തി വരുമ്പോൾ ഈ നിർബന്ധമായിട്ടും അത് മനസ്സിനെ ഒത്തിരി സ്വാധീനിക്കും ഈ ജുഡീഷ്യൽ ഓഫീസറിനെ. അങ്ങനെ വരുന്നുണ്ടെങ്കിലുണ്ടല്ലോ, അതേ ഓഫീസർ ആ പ്രതിക്ക് ജാമ്യം വരുമ്പോൾ മൈൻഡ് ചേഞ്ചഡ് ആണ്. എങ്ങനെയായാലും നിർബന്ധമായിട്ടും അയാളെ റിമാൻഡ് ചെയ്യാനായിട്ട്, ജാമ്യാപേക്ഷ തള്ളാനായിട്ടുള്ള ഒരു ത്വര ഉണ്ടായിപ്പോവും. കുറ്റമല്ല, അതങ്ങനെ വരും. മനുഷ്യരല്ലേ ഇത് തീരുമാനിക്കുന്നത്. ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ യഥാർത്ഥത്തിൽ ആ ചെയ്യുന്നത് ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതിൽ ഈ കേസിൽ ആ പ്രതിഭാഗം ഉയർത്തിയ ഈ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് വളരെ സൗണ്ടായിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റാണ്. അത് ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പെട്ടെന്ന് അതൊന്നും കേൾക്കാതിരിക്കുക എന്ന് പറയുന്നതും ശരിയല്ല. അപ്പോൾ ഹൈക്കോടതി അത് ചെവിക്കൊള്ളേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ പറയുന്നത് അതിൻ്റേതായ ആ രീതിയിൽ, അതിൻ്റെ ആ യഥാർത്ഥത്തിൽ അത്രത്തോളം സീരിയസ്നെസ്സോടുകൂടി കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ 4 ദിവസം കഴിഞ്ഞ് ജാമ്യാപേക്ഷ എടുക്കാവൂ എന്നൊന്നും നിയമത്തിലില്ല കേട്ടോ. എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെ നിയമം എനിക്ക് അറിഞ്ഞൂടാ. അതായത് അതാത് ദിവസം തന്നെ ജാമ്യം കൊടുക്കുന്നത് എത്രയോ കേസുണ്ട് എടുക്കാവുന്നത്. അത് സുപ്രീം കോടതി പോലും ചെയ്തിട്ടില്ലേ? അതായത് സുപ്രീം കോടതി പോലും ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർണാബ് ഗോസ്വാമിയുടെ കേസ് നമുക്കറിയാം. അത് സാധാരണ അവിടെ എത്ര ദിവസം വേണം വരാൻ? പക്ഷേ അത് അന്ന് തീരുമാനം എടുത്തില്ലേ എന്ന് പറയുന്ന പോലെ അങ്ങനെ ചെയ്യാം. പിന്നെ ഒരാൾക്ക് ഒത്തിരി പണം ഉണ്ടായിപ്പോയി, അതുകൊണ്ട് അവൻ എന്നെ ജയിലിൽ കിടക്കണം എന്നുള്ളൊരു ധാരണ വരാൻ പാടില്ല. അത് തെറ്റാണ്. അവൻ കുറ്റം ചെയ്തിട്ടുണ്ട്, അയാൾ കുറ്റം ചെയ്താൽ അയാൾ കിടക്കണം, അത് പോട്ടെ. മാത്രമല്ല, ഇൻവെസ്റ്റിഗേഷന് ഇയാളെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇയാൾ ഇപ്പം ഈ കേസിനകത്താണ് ഇയാൾ പറഞ്ഞേക്കുന്നതെല്ലാം എവിഡൻസ് ഉണ്ട്. സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ എല്ലാത്തിലും ഇലക്ട്രോണിക് എവിഡൻസ് നമുക്ക് പെട്ടെന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. അതിന് ഇയാളുടെ സാന്നിധ്യമൊന്നും യഥാർത്ഥ ആവശ്യമില്ല. പിന്നെ ഉണ്ടെങ്കിൽ വേറെയൊക്കെ ഇതേപോലെ എടുത്തേക്കുന്നതുണ്ടെങ്കിൽ, ഇതേപോലുള്ള കേസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേറെ ക്രൈം രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഇയാളെ അതിനകത്തോട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇയാൾക്ക് ഇത് ജാമ്യം കിട്ടിയാലും അയാളെ വീണ്ടും അതിനകത്താവും എന്ന് പറയുന്നത് പോലെ അങ്ങനെ ചെയ്യാവുന്ന കാര്യം ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് എല്ലാവർക്കും ഉള്ളതുപോലെ അതാണ്. അത് പറഞ്ഞത് ശരിയാണ്, തെറ്റൊന്നുമില്ല. ഓബ്സർവേഷൻ, അതായത് എല്ലാവരെയും ഒരുപോലെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. കാരണം ഇവിടെ പണമുള്ളവനും പാവപ്പെട്ടവനും ആരായാലും ശരി, ഇതെല്ലാം ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഇക്വാളിറ്റിയാണ്, തുല്യതയാണ്. ഒരു പ്രത്യേകത, ജുഡീഷ്യറിക്ക് പ്രത്യേകിച്ച് അതിനകത്ത് ഒരു മുൻതൂക്കം ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. അത് ശരിയുമാണ്. പക്ഷേ അതല്ലല്ലോ ഇതിനകത്ത്. ഇത് മാത്രമല്ല നോക്കേണ്ടത്, അനാവശ്യമായിട്ട് ഒരാൾ ജയിലിൽ കിടക്കുന്നോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. അതിപ്പോൾ ഇങ്ങനെയുള്ള കേസിന് 1-2 ദിവസം കിടന്ന് അത് പോരെ എന്ന് ആദ്യം ഒന്ന് തീരുമാനിക്കുക. പിന്നെ കാരണം ചിലപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇറങ്ങിയിട്ട് ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഒരുപാട് കേസുകളിലാണ്ടുണ്ട്. മനോരമ ചാനലിലെ 2 അവതാരികമാർ അവരെ ഇതേപോലെ ആക്ഷേപിച്ചിട്ടുണ്ട്. അവനെ ഒരുത്തനെ കെട്ടിപ്പിടിച്ചു, ജയിലിൽ ഇട്ടു. അത് കഴിഞ്ഞ് അവൻ കസ്റ്റഡിയിലായിരുന്നു, ഇറങ്ങി വന്നു, അവൻ വീണ്ടും അത് തന്നെ പറഞ്ഞു, ആക്ഷേപിച്ചു. അപ്പോൾ വീണ്ടും പരാതി കൊടുത്തു, അപ്പോൾ വീണ്ടും പിടിച്ചു, പിന്നെ ഇട്ടു, പിന്നെ ഇറങ്ങി വന്നപ്പോൾ പിന്നെയും പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികളും അലപരാധികളും സമൂഹത്തിൽ ഒത്തിരി എണ്ണം ഉണ്ട്. അതാ മനസ്സിലാക്കേണ്ടത്. ഇനി ഇയാൾ വീണ്ടും ഇത് പറയത്തില്ല എന്നൊക്കെ ശ്രീ രാമൻപിള്ള ആർഗ്യതായിട്ട് പറയുന്നത് കേട്ട് അതെന്തോ ഉറപ്പിൻ്റെ പുറത്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ആർഗ്യത്. കാരണം ഒരു സുബുദ്ധിയുള്ള ഒരാൾ യഥാർത്ഥത്തിൽ ഇത് പറയും എന്നെനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഉള്ള ഇതുപോലെ വിളിച്ച് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ദ്വയാർത്ഥം വരുന്ന വിധത്തിൽ ഒരുപാട് പേരെടുത്ത് സംസാരിക്കാറുണ്ട്. അയാളുടെ പ്രവൃത്തികളൊക്കെ അതിനകത്ത് അങ്ങനെ കണ്ടു. ഒരുപാട് വീഡിയോസ് നമുക്കിപ്പോൾ കാണാൻ കിട്ടും ഇതിനെ സംബന്ധിച്ചിടത്തോളം.
അതൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ സമൂഹത്തിൽ കുറേ പുഴുക്കുത്തുകളുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നിയമമാണ് നമ്മൾ നോക്കേണ്ടത്. നിയമം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്നത് നിയമമാണോ ശരിയായിട്ടുള്ള കാര്യമാണോ എന്നുള്ളത് ജഡ്ജിമാരെപ്പോഴും അത് കൺസിഡർ ചെയ്യണം. അല്ല നമുക്ക് അതിൻ്റെ വേറെ ന്യൂസിൻ്റെ പുറകെ ഒന്നും പോകാൻ പാടില്ല. മീഡിയ ഒരു ജഡ്ജിയെ ഒരു കാരണവശാലും അഫക്റ്റ് ചെയ്യാനും പാടില്ല. മീഡിയയിലുള്ള വിവരങ്ങൾ അതും എടുത്തു വെച്ചിട്ട് എൻ്റെ സ്വന്തമായ അറിവ് ഒരുപാട് കാണും. ആ സ്വന്തമായ അറിവ് ഇതിൽ പ്രയോഗിക്കാൻ പാടില്ല. എൻ്റെ കാരണം എന്തെന്നറിയോ? സ്വന്തം കേസല്ല ഈ കൺസിഡർ ചെയ്യുന്നത്, വല്ലവൻ്റെയും കേസാണ്. അത് ആദ്യം ആ തീരുമാനം വേണം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം ഒരുപാട് ജഡ്ജസ്.